എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണൻ വന്ദയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നടത്തുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ ചതുർത്ഥ സ്കന്ധം 9-ാം അധ്യായം അവസാനിപ്പിച്ചു. ഇന്ന് 10-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. നമസ്കാരം സാർ. സഹനവതു സഹനൗ പുനഃതു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രജന്തമപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതരയാജുഹാവ പുത്രേതി തന്മയതയാതരമോഹിനീദുസ്തം ബഹുഭൂതഹൃദയം ബാഹുദോസ്. സമാധമീനായ എല്ലാ പഠിതാക്കൾക്കും ചതുർത്ഥസ്കന്ധം 10-ാം അധ്യായം ആരംഭിക്കുന്നു. മൈത്രേയ ഉവാച പ്രജാപതേ ദുഹിതരം ശിശുമാരഭ്യ വൈ ധ്രുവാം ഉപയേമേ ഭ്രമിന്നാമ അത്ഭുതോ കൽപ്പകൽക്കരോ. അങ്ങനെ ധ്രുവൻ രാജ്യത്തിലെത്തി രാജ്യാഭിഷിക്തനായി രാജാവായി പിതാവ് വാനപ്രസ്ഥം സ്വീകരിച്ചു പോയി എന്നുവരെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്. അതിനുശേഷം പ്രജാപതേഹേ ശിശുമാരഭ്യ ദുഹിതരം, ശിശുമാരൻ എന്ന പ്രജാപതിയുടെ മകളെ, ദുഹിതരം എന്ന് വെച്ചാൽ മകളെ, ദുഹിതാവ് എന്ന് വെച്ചാൽ ഡോട്ടർ, മകൾ, ദുഹിതരം മകളെ. ശിശുമാരഭ്യ പ്രജാപതേഹി, ശിശുമാരൻ എന്ന പ്രജാപതിയുടെ മകളെ ധ്രുവ വൈ, ധ്രുവൻ നിശ്ചയമായിട്ടും, വൈ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആയിട്ട്, ഉപയേമേ വിവാഹം കഴിച്ചു. അപ്പൊ ധ്രുവന്റെ പത്നിയുടെ പേര് ഭ്രമി എന്നാണ്. ഈ ഭ്രമി ശിശുമാരൻ എന്ന പ്രജാപതിയുടെ മകളാണ്. അപ്പൊ ശിശുമാരഭ്യ പ്രജാപതേഹി ഭ്രമി നാമ ദുഹിതരം ധ്രുവ ഉപയേമി. ഭ്രമി എന്നു പേരുള്ള മകളെ ധ്രുവൻ വിവാഹം കഴിച്ചു. അതിൽ അവർക്ക് 2 പുത്രന്മാരുണ്ടായി. തത്ഫുതൗ, അതിൽ 2 പുത്രന്മാർ കൽപ്പ വത്സരം. ഒരാളുടെ പേര് കൽപ്പം, മറ്റേയാളുടെ പേര് വത്സരം. രണ്ടും കാലത്തിന്റെ പേരാണ്. കൽപ്പം എന്നുള്ളൊരു കാലമാണ്, വത്സരം എന്നുള്ളൊരു കാലമാണ്. കാലത്തിന്റെ പര്യായപദങ്ങൾ 2 മക്കൾക്കും പേരിട്ടു. ഒരാളുടെ പേര് കൽപ്പൻ, മറ്റേയാളുടെ പേര് വത്സരൻ. പ്രജാപതേ ദുഹിതരം ശിശുമാരഭ്യ വൈ ധ്രുവാം ഉപയേമേ ഭ്രമിന്നാമ തത്ഫുതൗ കൽപ്പവത്സരൗ. ശിശുമാരഭ്യ പ്രജാപതേഹേ ഭ്രമിന്നാമ ദുഹിതരം ധ്രുവ ഉപയേമി കൽപ്പവത്സരൗ. കൽപ്പവത്സരൗ തത്ഫുതൗ. പ്രജാപതേ ദുഹിതരം ശിശുമാരഭ്യ വൈ ധ്രുവാം ഉപയേമേ ഭ്രമിന്നാമ തത്ഫുതൗ കൽപ്പവത്സരൗ. പ്രജാപതേ ദുഹിതരം ശിശുമാരഭ്യ വൈ ധ്രുവാം ഉപയേമേ ഭ്രമിന്നാമ തത്ഫുതൗ കൽപ്പവത്സരൗ. ഇളായാമപി ഭാര്യായാം പായോ പുത്ര്യാം മഹാബലാം പുത്രമുൽക്കലനാമാനം ദോഷിദ്രത്നമജീജനത്. ഇളായാമപി ഭാര്യായാം, മറ്റൊരു ഭാര്യ, ഇള എന്ന മറ്റൊരു ഭാര്യ, അത് വായോഹ പുത്രിയാവും. വായുവിന്റെ പുത്രിയായ ഇള എന്നുള്ള മറ്റൊരു ഭാര്യയിൽ മഹാബലവാനായ ധ്രുവൻ പുത്രനെ ഉൽക്കലനാമാനം, ഉൽക്കലൻ എന്നു പേരുള്ള പുത്രനെയും യോഷിദ്രത്നം അജീജനത്, ഉൽക്കലൻ എന്നു പേരുള്ള ഒരു പുത്രനെയും അജീജനത് ജനിപ്പിച്ചു. അപ്പൊ ധ്രുവന് മറ്റൊരു ഭാര്യയും കൂടി ഉണ്ടായി. ആ ഭാര്യ വായുവിന്റെ പുത്രിയായ ഇളയാണ്. അതിലൊരു പുത്രനുണ്ടായി, അവന് പേര് ഉൽക്കലൻ എന്നാണ്. അത്രേ ഉള്ളൂ ഈ ശ്ലോകത്തിൽ നിന്ന് അറിയാൻ. ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇളായാമപി ഭാര്യായാം വായോ പുത്ര്യം മഹാബലാം പുത്രമുൽക്കലനാമാനം യോഷിദ്രത്നമജീജനൻ. വായോഹ പുത്രിയാം ഇളായാം
ഭാര്യായാം അപി മഹാബലഃ ധ്രുവഃ യോഷിദ്രത്നം ദുഃഖരതാമാനം പുത്രം അജീജത്. ഇളായാമപി ഭാര്യായാം വായോ പുത്ര്യാം മഹാബലാം പുത്രമുൽക്കലനാമാനം യോഷിദ്രത്നമജീജത്. ഇളായാമപി ഭാര്യായാം വായോ പുത്ര്യാം മഹാബലാം പുത്രമുൽക്കലനാമാനം യോഷിദ്രത്നമജീജനൻ. ഉത്തമസ്ത്വകുലോദ്വാഹോ മൃഗയായം ബലീയഫാം ഹത പുണ്യജനേനാദ്രൗ തൻ മാതാ ജഗതിം ഗതാ. ഉത്തമഃ തു അകൃതോദ്വാഹ. ഉത്തമസ്തു അകൃതോദ്വാഹ. ഉത്തമഃ തു അകൃത ഉദ്വാഹ. ഉത്തമൻ ആകട്ടെ അകൃതം ചെയ്യപ്പെട്ടില്ല. കൃതം ചെയ്തു, അകൃതം ചെയ്തില്ല. എന്ത് ചെയ്തില്ല? ഉദ്വാഹം ച വിവാഹം. ധ്രുവൻ വിവാഹം കഴിച്ചില്ല. അല്ല, ഉത്തമൻ വിവാഹം കഴിച്ചില്ല. ഉത്തമസ്തു അകൃതോദ്വാഹോ. ഉത്തമനാകട്ടെ വിവാഹം കഴിക്കാത്തവനായിട്ട് മൃഗായാം, അല്ലെ, മൃഗയായാം വേട്ടയിൽ ബലീയഫ പുണ്യജനേന ഹതഃ. ബലശാലികളായ പുണ്യജനങ്ങളാൽ ഹതഃ കൊല്ലപ്പെട്ടു. ഹിമവാന്റെ പാർശ്വത്തിൽ അളകയിലുള്ള ജനങ്ങളുടെ പേര് പുണ്യജനങ്ങൾ എന്നാണ്. കുബേരന്റെ രാജധാനിയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന പേരാണ് പുണ്യജനങ്ങൾ. കുബേരന്റെ രാജധാനി ഉൾപ്പെടെ സ്വർഗത്തിന്റെ ഒരു ഭൂവിഭാഗമാണെന്ന് സങ്കല്പം. അതുകൊണ്ട് അവിടേക്ക് ചെല്ലുന്ന ആൾക്കാരൊക്കെ ഭൂമിയിൽ ജനിച്ച് ഉള്ള പുണ്യം ശേഷിക്കുന്നുള്ളവരെ അവിടെ പോയി താമസിക്കും. ഡെപ്പോസിറ്റ് തീരുമ്പം തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വരും. അങ്ങനെ താമസിക്കുന്ന ആൾക്കാർക്ക് കൊടുത്ത ഒരു പേരാണ് പുണ്യജനങ്ങൾ എന്ന്. കാരണം അവർ പുണ്യവാന്മാരാണ്, അവിടെ നിൽക്കുന്ന അത്രയും സമയം. പക്ഷേ ഈ പുണ്യം എന്നും തീരുമെന്ന് അറിയത്തില്ല. പുണ്യം ഇവിടുന്ന് നേടിക്കൊണ്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇവിടുന്ന് ചെയ്ത ഡെപ്പോസിറ്റ് തീരുമ്പോൾ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടത്. ക്ഷീണേ പുണ്യയും അത്യലോകം വിശന്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടുത്തെ പ്രജകൾക്ക് കൊടുക്കുന്ന പേരാണ് പുണ്യജനങ്ങൾ. അപ്പൊ പുണ്യജനേന, പുണ്യജനത്താൽ, ബലീഫ, അവർ ബലവാന്മാരാണ്. അവരാൽ അദ്രൗഹതഃ, ഹിമവാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. അദ്രൗ, അദ്രിയിൽ, പർവ്വതത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഉത്തമൻ അവിവാഹിതനായിരുന്നു. വേട്ടയിൽ ഏറ്റവും തൽപരനായിരുന്നു. വേട്ടയാടി നടക്കുമ്പോൾ അളകാപുരിയിലെത്തി അവിടുത്തെ പുണ്യജനങ്ങളുമായി ഏറ്റുമുട്ടി അവരുടെ ബലശാലികളായ അവരുടെ അസ്ത്രങ്ങൾക്ക് വിധേയനായിട്ട് ജീവൻ ഉപേക്ഷിക്കുന്ന വന്നു. അവർ തന്മാതാ അശ്വികത്തിൻ്റെ ഇതറിഞ്ഞ് ഉത്തമന്റെ അമ്മയായ ഫുരിജിയും ഉത്തമന്റെ പുറകെ തന്നെ യാത്രയായി. എന്നർത്ഥം അവളും ജീവൻ ഉപേക്ഷിച്ചു. ഇങ്ങനെ ഈ കഥയുടെ തുടക്കത്തിൽ അധികാരിയായി എൻ്റെ മകൻ എന്ന വിചാരത്തോടെ വാണ ഫുരിജി ആ മകനും കാലഗതിയിൽ അകപ്പെട്ടു പോയി എന്നുള്ളത് കാലത്തിന്റെ സ്വഭാവമാണെന്ന് തിരിച്ചറിയൂ എന്ന് വ്യാസൻ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ കഥ ഇങ്ങനെ പര്യവസാനിപ്പിക്കാൻ പോകുന്നത്. രണ്ടുപേരും എന്ത് ചെയ്തു? ഒരാള് യുദ്ധം ചെയ്ത് മരിച്ചു, മറ്റേയാള് ദുഃഖം കൊണ്ട് മരിച്ചു. സന്തോഷം കൊണ്ട് കൊടികുത്തി വാണവളാണ് ഫുരിജി. ആ ഫുരിജി ഇപ്പോൾ ദുഃഖം കൊണ്ട് മകന്റെ വഴിയെ പോയി അവളെ പോയി എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്ത് അവളും ജീവൻ. ഉത്തമസ്ത്വകൃതോദ്വാഹോ മൃഗയായം ബലീയഫാം ഹത പുണ്യജനേന ദ്രൗ തന്മാതാഫ്യഗതിം ഗതാം. അകൃതോദ്വാഹഃ ഉത്തമഃ തു മൃഗയായാം ബലീയഫ പുണ്യജനേന അദ്രൗ ഹതഃ തന്മാതാ അസ്യ ഗതിം ഗതാ. ഉത്തമസ്ത്വകൃതോദ്വാഹോ മൃഗയായം ബലീയഫാം ഹത പുണ്യജനേന ദ്രൗ തന്മാതാഫ്യ ഗതിം ഗതാം. ഉത്തമസ്ത്വകൃതോദ്വാഹോ മൃഗയായം ബലീയഫാം ഹത പുണ്യജനേന ദ്രൗ തന്മാതാഫ്യ ഗതിം ഗതാം.
ോ ഭ്രാതൃവധം ശ്രുത്വാം കോപാമർഷശുചർപ്പിതാം ചൈത്രം വ്യന്തനമാസ്ഥായ ഗത പുണ്യജനാലയം. ധ്രുവനാകട്ടെ ഭ്രാതൃവധം ശ്രുത്വാം, സഹോദരന്റെ വധം കേട്ടിട്ട് കോപ അമർഷശുച അത്ഭുത, കോപം കൊണ്ടും അമർഷം കൊണ്ടും ദുഃഖം കൊണ്ടും ബാധിക്കപ്പെട്ടവനായി അർപ്പിതനായിട്ട് ചൈത്രം എന്നു പേരുള്ള സ്യന്തനം ആസ്ഥായ തേരിൽ കയറിയിട്ട് പുണ്യജനാലയം ഗത, കുബേരന്റെ രാജധാനിയിലേക്ക് പുണ്യജനാലയത്തിലേക്ക് ഗത പോയി. ഭ്രാതൃവധം ശ്രുത്വാ കോപാമർഷശുചർപ്പിതാം ചൈത്രം സ്യന്തനമാസ്ഥായ ഗത പുണ്യജനാലയം. ഭ്രാതൃവധം ശ്രുത്വാ കോപാമർഷശുചാ അർപ്പിതഃ ധ്രുവഃ ചൈത്രം സ്യന്തനം ആസ്ഥായ പുണ്യജനാലയം ഗതഃ. ധ്രുവോ ഭ്രാതൃവധം ശ്രുത്വാ കോപാമർഷശുചർപ്പിതാം ചൈത്രം സ്യന്തനമാസ്ഥായ ഗതഃ പുണ്യജനാലയം. ധ്രുവോ ഭ്രാതൃവധം ശ്രുത്വാ കോപാമർഷശുചർപ്പിതാം ചൈത്രം സ്യന്തനമാസ്ഥായ ഗതഃ പുണ്യജനാലയം. ഗത്തോദീചിം ദിശം രാജാം രുദ്രാനുചരഭേവിതാം ദദർശ ഹിമവദ്ദ്രോണ്യാം പുരീം ഗുഹ്യകഫന്തുലാം. ഗത്വാ ഉദീചീൻ ദിശം, വടക്കേ ദിക്കിലേക്ക് പോയി. ഉദീചീൻ എന്ന് വെച്ചാൽ വടക്ക്. ഉദീചീൻ ദിശം, വടക്കേ ദിക്കിലേക്ക് ഗത്വാ പോയിട്ട് രാജ രുദ്രാനുചരഭേവിതാം, രാജാവായ ധ്രുവൻ തന്റെ ജൈത്രം എന്ന തേരിൽ കയറി വടക്കേ ദിക്കിലേക്ക് യാത്രയായി. പോയി കഴിഞ്ഞപ്പോൾ അവിടെ രുദ്ര അനുചര സേവിതാം, രുദ്രന്റെ അനുചരന്മാരാൽ സേവിക്കപ്പെട്ടതാണ് ഈ ദിക്ക്. വടക്കേ ദിക്കിന്റെ അങ്ങേറ്റത്ത് കൈലാസമാണ്, അവിടെ രുദ്രന്റെ അനുചരന്മാരാണുള്ളത്. ആ ദിക്കിലേക്ക് എത്തിയിട്ട് ദദർശ കണ്ടു ഹിമവദ്ദ്രോണ്യാം, ഹിമവാന്റെ താഴ്വരയിൽ, ദ്രോണി എന്ന താഴ്വര, ഹിമവദ്ദ്രോണ്യാം ഹിമവാന്റെ താഴ്വരയിൽ ഗുഹ്യകഫങ്കുലാം പുരീം ദദർശ, യക്ഷന്മാർ നിറഞ്ഞിരിക്കുന്ന പുരിയെ കണ്ടു. യക്ഷപുരിയെ കണ്ടു, അളകാപുരിയെ കണ്ടു. യക്ഷപുരി അല്ലെങ്കിൽ അളകാപുരി, അളകാപുരിയെ കണ്ടു. രാജാവായ ധ്രുവൻ തന്റെ തേരിൽ വടക്കേ ദിക്കിലേക്ക് യാത്രയായി. ആ ദിക്ക് പരമശിവന്റെ അനുചരന്മാരാൽ സേവിക്കപ്പെട്ട ദിക്കാണ്. അവിടെ ഹിമവാന്റെ താഴ്വരയില് ഗുഹ്യകന്മാരുടെ, യക്ഷന്മാരുടെ നിറഞ്ഞിരിക്കുന്ന ഒരു പുരിയിലേക്ക്, യക്ഷപുരിയിലേക്ക്, അളകാപുരിയിലേക്ക് എത്തി. ഗത്തോദീജം ദിശം രാജാ രുദ്രാനുചരഭേവിതാം ദദർശ ഹിമവദ്ദ്രോണ്യാം പുരീം ഗുഹ്യകഫങ്കുലാം. രാജ രുദ്രാനുചരഭേവിതാം ഹിമവദ്ദ്രോണ്യാം ഗുഹ്യകഫങ്കുലാം പുരീം ദദർശ. ഗത്തോദീചം ദിശം രാജാ രുദ്രാനുചരഭേവിതാം ദദർശ ഹിമവദ്ദ്രോണ്യാം പുരീം ഗുഹ്യകഫങ്കുലാം. ഗത്തോദീചം ദിശം രാജാ രുദ്രാനുചരഭേവിതാം ദദർശ ഹിമവദ്ദ്രോണ്യാം പുരീം ഗുഹ്യകഫങ്കുലാം. ദധ്മൗ ശംഖം ബൃഹദ്ബാഹുഖം ദിശശ്ചാനുനാദയൻ ഏനോദ്വിഗ്നദൃശ ക്ഷത്തരുപദേവ്യോത്ര സന്ദൃശം. ശംഖം ദധ്മൗ, ശംഖു വിളിച്ചു. ബൃഹദ്ബാഹു, നീണ്ട കൈകളുള്ള ധ്രുവൻ രണ്ട് കൈകൊണ്ടും തന്റെ ശംഖ് ഉറക്ക വിളിച്ചു. കാരണം താൻ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നുവെന്ന് ഗുഹ്യകന്മാരെ അല്ലെങ്കിൽ പുണ്യജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തന്റെ കയ്യിലിരിക്കുന്ന ശംഖ് ഉറക്ക വിളിച്ചു. ദത്തു ശംഖം ബൃഹദ്ഭാനു ഖം ദിശശ്ച അനുനാദേൻ. അതിന്റെ പ്രതിധ്വനി, അനുനാദം, ഖം ദിശശ്ച, ആകാശത്തിലും ദിക്കുകളിലും അനുനാദം ചെയ്തു, പ്രതിധ്വനിച്ചു. ഏന ഉദ്വിഗ്നദൃശ ക്ഷത്തരെ ഉപദേവ്യോത്ര സന്ദൃശം. ഏന, യാതൊന്നുകൊണ്ടാണോ
ഉദ്വിഗ്ന ഭൃശ, പരിഭ്രമിച്ച കണ്ണുകളോടെ ക്ഷത്തര് സംബോധനയാണ്, ഹേ വിതുര എന്ന്. ഉപദേവ്യ എന്ന് വെച്ചാൽ യക്ഷസ്ത്രീകൾ എന്നത്. ഉപദേവന്മാരാണ് യക്ഷന്മാർ, യക്ഷസ്ത്രീകൾ ഉപദേവിമാരാണ്. ഉപദേവികൾ ഭൃശം ഏറ്റവും അത്രഫൻ പേടിച്ചു, ഭയപ്പെട്ടു. ഈ ശംഖുവിളി കേട്ടപ്പോൾ എന്തോ അപകട സൂചനയുണ്ട് എന്നറിഞ്ഞ യക്ഷസ്ത്രീകൾ അല്പസമയത്തേക്ക് ഭയന്നുപോയി. ഇത് കേട്ടിട്ട് അവർ ചഞ്ചല നേത്രകളായി, ഉദ്വിഗ്നമായ കണ്ണുകളോടെ ഉദ്വേഗത്തോടെ നോക്കി. എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നവർക്ക് മനസ്സിലായി. രത്മോ ശംഖം ബൃഹത് ബാഹുഖം ദിശാനുനാദയൻ ഉദ്വിഗ്ന ദിശക്ഷത്തരുവദേഭ്യുത്രഫൻദൃശം. ബൃഹത് ബാഹു ഖം ദിശഃ ച അനുനാദേ ശംഖം ദദ്മോ. ഹേ ക്ഷത്തഃ ഏന ഉദ്വിഗ്ന ദിശഃ ഉപദേവ്യഃ ദൃശം അത്രഫൻ. ദദ്മൗ ശംഖം ബൃഹത് ബാഹുഖം ദിശശ്ചാനുനാദയൻ ഏന ഉദ്വിഗ്ന ദിശക്ഷത്തരുപദേഭ്യുത്രഫൻ ദൃശം. ദദ്മൗ ശംഖം ബൃഹത് ബാഹുഖം ദിശശ്ചാനുനാദയൻ ഏന ഉദ്വിഗ്ന ദിശക്ഷത്തരുപദേഭ്യുത്രഫൻ ദൃശം. തതോ നിഷ്ക്രമ്യ ബലിനാം ഉപദേവ മഹാഭടാം അഫഹന്തസ്തന്നിനാദം അഭിഭേദുരുദായുധാ. തതോ അവള് നിഷ്ക്രമ്യ പുറപ്പെട്ടിട്ട് ബലിന ബലവാന്മാരായ ഉപദേവ മഹാഭടാഹ, ഉപദേവന്മാരായ യക്ഷന്മാരുടെ മഹാഭടങ്ങൾ, സൈന്യങ്ങൾ, അഫഹന്ത സഹിക്കാനാവാതെ, തന്നിനാദം ആ ശബ്ദം, അഫഹന്ത തന്നിനാദം, തത് നിനാദം അഫഹന്ത ആ ശബ്ദം കേൾക്കാൻ കഴിയാത്തവരായിട്ട്, അഭിഭേദുഹു ഉദായുധാഹ ഉദായുധന്മാരായിട്ട്, ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അഭിഭേദുഹു നേരിട്ടു ഇവരുടെ നേരെ ചാടി വീണു. ധ്രുവന്റെ ശംഖം കേട്ടപ്പോ തന്നെ മഹാവീരന്മാരായ കുബേരഭടന്മാർ അക്ഷമനായി. ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെ പുറത്തേക്ക് ചാടി യുദ്ധത്തിന് വേണ്ടി ധ്രുവന്റെ അടുത്തേക്ക് ഓടിയെത്തി. തതോ നിഷ്ക്രമ്യ ബലിനാം ഉപദേവ മഹാഭടാം അഫഹന്തസ്തന്നിനാദം അഭിവേദുരുദായുധാഹ. ബലിനഃ ഉപദേവ മഹാഭടാഹ തന്നിനാദം അഫഹന്തഃ ഉദായുധാഹ തതഃ നിഷ്ക്രമ്യ അഭിവേദു. തതോ നിഷ്ക്രമ്യ ബലിനാം ഉപദേവ മഹാഭടാം അഫഹന്തസ്തന്നിനാദം അഭിവേദുരുദായുധാ. തതോ നിഷ്ക്രമ്യ ബലിനാം ഉപദേവ മഹാഭടാം അഫഹന്തസ്തന്നിനാദം അഭിവേദുരുദായുധാഃ. സദാന അവതതോ വീരാം ഉഗ്രധന്വാ മഹാരഥാം ഏകൈകം യുഗപത് സർവാൻ അഹൻ ബാണൈഃ ത്രിഭിഃ. അവൻ താൻ ആപതതോ ആ ചാടി വീണ അവരെ, സ്വവീര വീരനായ ധ്രുവൻ, ഉഗ്രധന്വാ മഹാരഥ ഉഗ്രമായ ധനുസ്സോടു കൂടിയവൻ, മഹാരഥനായ ആ വീരനായ ധ്രുവൻ, ഏകൈകം യുഗപത് ആപതതോ ചാടി വരുന്ന, ഏകൈകം ഓരോരുത്തരെയും, യുഗപത് ഒരേ സമയത്ത്, സർവാൻ അഹൻ എല്ലാവരെയും ഹനിച്ചു. ബാണൈഃ ത്രിഭിഃ മുമ്മൂന്ന് അമ്പുകൾ കൊണ്ട് തന്റെ നേർക്ക് വന്ന ആ പുണ്യജനാധിപന്മാരായ പ്രജകളെ, അവിടുത്തെ യോദ്ധാക്കളെ, യുദ്ധവിശാരദന്മാരായ സൈന്യങ്ങളെ
3 അമ്പുകൊണ്ട് തന്റെ നേരെ വന്നവയൊക്കെ കൊന്നു കളഞ്ഞു. പതാനാപതതോ വീര ഉഗ്രധന്വാ മഹാരഥാം ഏകൈകം യുഗപത് സർവാരഹൻ ബാണൈഃ ത്രിഭിഃ ത്രിഭിഃ. ഉഗ്രധന്വാ മഹാരഥാം സ്വവീരഃ ആപതതഃ താൻ ഏകൈകം ത്രിഭിഃ ത്രിഭിഃ ബാണൈഃ യുഗപത് അഹൻ താടിച്ചു. എന്താണ്? അമ്പുകൊണ്ട് പിളർന്നു കൊന്നു എന്നില്ല, അമ്പുകൊണ്ട് അവരെയൊക്കെ പിളർന്നു, ദേഹത്ത് മുറിവുണ്ടാക്കി വേദനിച്ചു. പതാനാപതതോ വീരാം ഗ്രഥന്വാ മഹാരഥാം ഏകൈകം യുഗപത് സർവാൻ അഹൻ ബാണൈഃ ത്രിഭിഃ ത്രിഭിഃ. പതാനാപതതോ വീരാ ഗ്രഥന്വാ മഹാരഥാം ഏകൈകം യുഗപത് സർവാൻ അഹൻ ബാണൈഃ ത്രിഭിഃ ത്രിഭിഃ. തേ വൈ ലലാടലഗ്നൈസ്തൈരിഷുഭിഃ സർവൈവ ഹി മത്വാ നിരസ്തമാത്മാനം ആശംസൻ കർമ്മ തസ്യത. തേ വൈ അവരാകട്ടെ ലലാടലഗ്നൈഹി തൈഹി ഷുഭിഃ നെറ്റിയിൽ പതിഞ്ഞിരിക്കുന്ന അമ്പുകളെ കൊണ്ട്, ലലാടത്തിൽ ലഗ്നമായിരിക്കുന്ന തൈഹി ഷുഭിഹി ആ അമ്പുകളാണ്. ധ്രുവന്റെ അമ്പുകൾ വന്ന് കൊണ്ടത് ഇവരുടെ നെറ്റിക്കാണ്. നെറ്റിക്ക് അങ്ങനെ തറച്ചിരിക്കുന്നു അമ്പുകൾ. സർവയേവഹി എല്ലാവരും മത്വ അറിഞ്ഞിട്ട് നിരസ്തം ആത്മാനം നിരസ്തമായ ആത്മാവിനെ നിരസ്തമായി വിചാരിച്ചിട്ട് ആത്മാനം ആശംസൻ കർമ്മ തസ്യത അവന്റെ ആ കർമ്മത്തെ ആശംസിച്ചു അവരൊക്കെ. എടോ, താൻ മിടുക്കനാണ്, യോഗ്യനാണ്, ഇതുവരെ ആരും ഞങ്ങളുടെ നേരെ ഇങ്ങനെ അമ്പ ഇത് വിജയിച്ചു പോയിട്ടില്ല, ഞങ്ങൾക്ക് മുറിവുണ്ടാക്കിയിട്ടുമില്ല. ഇപ്പൊ ധ്രുവൻ പ്രയോഗിച്ച ബാണങ്ങൾ ഞങ്ങളുടെയൊക്കെ നെറ്റിത്തടത്ത് ചെന്ന് തറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ധ്രുവന്റെ വീരശൂര പരാക്രമത്തെ അവരൊക്കെ പ്രശംസിച്ചു. ആദ്യം തേ വൈ ലലാടലഗ്നൈസ്തൈരിഷുഭിഃ സർവേവ ഹി മത്വാ നിരസ്തമാത്മാനം ആശംസൻ കർമ്മ തസ്യതത്. ലലാടലഗ്നൈഹി തൈഹി ഇഷുഭിഃ സർവ ഏവ തേ ആത്മാനം നിരസ്തം മത്വാ തസ്യ തത് കർമ്മ ആശംസൻ. തേ വൈ ലലാടലഗ്നൈസ്തൈരിഷുഭിഃ സർവേവ ഹി മത്വാ നിരസ്തമാത്മാനം ആശംസൻ തസ്യതത്. തേ വൈ ലലാടലഗ്നൈസ്തൈരിഷുഭിഃ സർവേവ ഹി മത്വാ നിരസ്തമാത്മാനം ആശംസൻ കർമ്മ തസ്യതത്. തേപിചാമുമുഷ്യന്ത പാദസ്പർശം വിഘോരകാം ശരീര അവിദ്യൻ ഉപഗത്രിഗുണം ചികീർഷവാം. തേപി അവരാകട്ടെ ച അമും അമൃഷ്യന്ത ഇവനെ സഹിക്കാത്തവരായി. ആദ്യമായിട്ടാണ് തങ്ങൾക്ക് ഇങ്ങനെ അനുഭവം. ഭൂമിയിൽ നിന്നും ആൾക്കാരെ ഈ കൈലാസത്തിന്റെ ഉയർന്ന ഭാഗത്ത് എത്തിയിട്ട് ഞങ്ങളോട് യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് പരിക്കേൽപ്പിക്കാം. തേ അപി അമും അമൃഷ്യന്ത അവരോട് സഹിക്കാനാകാത്തവരായിട്ട് പാദസ്പർശമിഘോരകാ ചവിട്ടുകൊണ്ട പാമ്പിനെ പോലായി. പാദസ്പർശം ഉരകാഹ ഇവ കാലുകൊണ്ട് സ്പർശിച്ച, കാലുകൊണ്ട് ചവിട്ടിയ പാമ്പിനെ പോലെ. നാട്ടിൽ ചൊല്ലുള്ളതാണ്, ആ പാമ്പ് പിന്നെ വിടില്ല, അതുപോലെയായി വന്നു. ശരീഹി അവിദ്യൻ യുഗപത് ദ്വിഗുണം പ്രകചീർഷവ. ശരീരവിദ്യൻ അമ്പുകളെ കൊണ്ട് മുറിപ്പെടുത്തി യുഗപത് ഒരുപോലെ ഒരേ സമയത്ത് ദ്വിഗുണം ഇരട്ടിയായ അമ്പുകളെ കൊണ്ട് പ്രചികീർഷവ
നന്നായി യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അവരെ ഇതിന്റെ പ്രതിക്രിയ ചെയ്യണം എന്ന് പ്രതിചികിത്സ പ്രതിക്രിയ ചെയ്യാൻ ആഗ്രഹിച്ചവരായ അവര് അമ്പുകളെ കൊണ്ട് ധ്രുവന് ധാരാളം ദേഹത്തെ മുറിപ്പെടുത്തി. തേപി ചാമുമർഷ്യന്തപാദസ്പർശമിവോരകാ ശരീരവിധ്യന്നുപഗദ്വിഗുണം പ്രചികർഷവാം. തേപി ചാമുമർഷ്യന്തപാദസ്പർശമിവോരകാ ശരീരവിധ്യഞ്ജുഗപദ്വിഗുണം പ്രചികർഷവാം. തേപി ചാമുമർഷ്യന്ത ഉരകാഹ പാദസ്പർശം ഇവ അമും അമർഷ്യന്തഃ തേപി പ്രിയചികീർഷവഃ ദ്വിഗുണം ശരൈഃ യുഗപത് അവിധ്യൻ. തേപി ചാമുമർഷ്യന്ത പാദസ്പർശമിവോരകാം ശരീരവിധ്യൻ യുഗപത് ദ്വിഗുണം പ്രചികീർഷവാം. തേപി ചാമുമർഷ്യന്ത പാദസ്പർശമിവോരകാം ശരീരവിധ്യൻ യുഗപത് ദ്വിഗുണം പ്രചികീർഷവാം. തേപി ചാമുമർഷ്യന്ത പാദസ്പർശമിവോരകാം ശരീരവിധ്യൻ യുഗപത് ദ്വിഗുണം ശരീരവിധ്യൻ യുഗപത് ദ്വിഗുണം. ഒന്നിച്ചും പറയാം. ശരീരവിധ്യൻ യുഗപത് ദ്വിഗുണം പ്രചികീർഷവാം. തത പരിഖനിസ്ത്രംശൈ പാശശൂലപരശ്വഥൈ ശക്തിഷ്ടിഭൃതം കുശുണ്ഡീഭിഃ ചിത്രയാജൈ ശരൈരപി അഭ്യവർഷൻ പ്രഗുപ്താ പരഥം സഹ ഭാരതിം ഇച്ഛന്തഃ തത്പ്രതീകർത്തും അയുതാനാം ത്രയോദശ. തതഃ അനന്തരം പരിഖനിസ്ത്രംശൈ നല്ല മൂർച്ചയുള്ള പരിഖത്താൽ പാശശൂലപരശ്വഥൈ പാശം ശൂലം പരശ്വതം പരിഖം വാള് പാശം ശക്തി ശൂലം ഇഷ്ടി കോടാലി ഇഷ്ടിഭിഃ ശക്തി ഇഷ്ടിഭിഃ കുശുണ്ഡീഭിശ്ച. കുശുണ്ഡി ഒരായുധത്തിന്റെ പേരാണ്. എല്ലാ ദിക്കിലും ആണികൾ തറച്ചതുപോലെ ഇരിക്കുന്ന ഒരായുധം. ചിത്രയാജൈ ശരീരപി വിചിത്രങ്ങളായ തൂവലുകളുള്ള അമ്പുകളാൽ വിചിത്ര ചുണ്ടേഭിശ്ചിത്രയാജൈ വിചിത്രങ്ങളായ യാജങ്ങൾ. അമ്പിന്റെ കടക്കിൽ അമ്പ് കോർത്തിട്ട് കൈകൊണ്ട് പിടിക്കാൻ പാകത്തിന് രണ്ട് പിടിയുണ്ട്. ആ പിടിയില് പക്ഷികളുടെ തൂവല് ചെറുക പക്ഷികളുടെ തോല് ഒക്കെ വെച്ച് അതിന്റെ വീര്യത കാണിക്കാൻ വെക്കാം. അതിനാണ് ഇവിടെ വ്യാജം എന്ന വാക്ക് ഉപയോഗിച്ചത്. വിചിത്രങ്ങളായ യാജങ്ങളുള്ള ശരൈഹി അഭി അമ്പുകളെ കൊണ്ടുപോലും അഭിവർഷിച്ചു. മേളത്തെ രണ്ടുപേരി ആയുധങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ. പരിഖ നിസ്പൃശ പാശം ശൂല പരശ്രുത ശക്തി ഇഷ്ടിഭിഃ കുശുണ്ഡീഭിഃ ചിത്രയാജൈ ഹരൈഹി. പ്രകുപിതാ കോപിഷ്ഠരായിട്ട് പരഥിം ഭാരതി ഭാരതിയോടൊപ്പം രസത്തിലിരിക്കുന്നവനെ ഇച്ഛന്തഃ തത് പ്രതീകർത്തും അതിന് പ്രതീകാരം ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആയുധാനാം ത്രയോദശ 13,000 ഭടന്മാർക്ക് ഒന്നിച്ച് ഇച്ഛന്തഃ തത് പ്രതീകർത്തും പ്രതികാരം ചെയ്യാൻ വേണ്ടി ആയുധാനാം ത്രയോദശ 13,000
അപ്പം 13,000 ഭടന്മാർ ഒന്നിച്ചു ചേർന്ന് മേൽപ്പറഞ്ഞ ആയുധങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ട് ധ്രുവന്റെയും പാരഥിയുടെയും രഥത്തിന്റെയും നേർക്ക് പാഞ്ഞെടുത്തു. 4 ഭാഗത്തും ശരവർഷം ചെയ്തു. അഭ്യവർഷം പ്രകുപിതാഹ പരഥർഭഃ പാരഥി ഇച്ഛന്തത്തത്പ്രതീകർത്തും അയുധാനം ത്രയോദശം. തതഃ പരിഘനിസ്തംശൈഃ പാശശൂലപരശ്വതൈ ശക്തിവൃഷ്ടിഭിഃ കുശുണ്ഡീഭിഃ ചിത്രയാജൈഃ ശരൈഃ അപി. പ്രകുപിതാഹ അഭ്യവർഷൻ പാരഥ്യം പരഥം ഇച്ഛന്തഃ തത്പ്രതീകർത്തും ആയുധാനം ത്രയോദശം. തതഃ പരിഘനസ്തംശൈഃ പാശശൂലപരശ്വതൈ ശക്തിഷ്ടിഭിർവിശുണ്ഡീഭിശ്ചിത്രയാജൈഃ ശരൈരപി. അഭ്യവർഷൻ പ്രകുപിതാഹ പരഥം പാരഥ്യം ഇച്ഛന്തഃ തത്പ്രതീകർത്തും ആയുധാനം ത്രയോദശാം. തതഃ പരിഘനസ്തംശൈഃ പാശശൂലപരശ്വതൈ ശക്തിഷ്ടിഭിർവിശുണ്ഡീഭിശ്ചിത്രയാജൈഃ ശരൈരപി. അഭ്യവർഷൻ പ്രകുപിതാഹ പരഥം പാരഥിം ഇച്ഛന്തഃ തത്പ്രതീകർത്തും ആയുധാനം ത്രയോദശാം. ഔത്താനപാദിപതദാ ശസ്ത്രവർഷേണ ഭൂരിണാം ന ഉപാദൃശ്യത ഛന്ന ആപാരേണ യഥാഗിരി. ഔത്താനപാദിഹി ധ്രുവൻ, ഉത്താനപാദന്റെ പുത്രൻ. അവൻ അപ്പോൾ ശസ്ത്രവർഷേണ ഭൂരിണ ധാരാളം അമ്പുകൾ വർഷിച്ചുകൊണ്ട് ന ഉപാദിശ്യത കണ്ടില്ല, ഛന്ന മറഞ്ഞിരുന്നത്, ആഫാരേണ യഥാ ഗിരി മഴ കൊണ്ട് പർവ്വതം മൂടിയിരിക്കുമ്പോൾ ഒന്നും കാണാതെ ആകുന്നത് പോലെ. ഇതുപോലെ ധ്രുവന് ഈ അമ്പിന്റെ വർഷം കൊണ്ട് ഒന്നും ഉണ്ടായില്ല. പർവ്വതത്തിൽ ആയിരക്കണക്കിന് മഴത്തുള്ളികൾ വീണ് പർവ്വതം കാണാതായാലും പർവ്വതത്തിന് ഒരു കുറവുണ്ടാവില്ല. ഇത്രയൊക്കെ മഴയേറ്റിട്ടും പർവ്വതത്തിന് ഒരു ഹാനി ഉണ്ടാവില്ല. ഇതുപോലെയാണ് ധ്രുവന്റെ മേൽ ആയിരക്കണക്കിന് അമ്പുകൾ വന്ന് പതിച്ചിട്ടും ധ്രുവന് ഒരു ഹാനി ഉണ്ടായില്ല. ഔത്താനപാതി ഫതദാ ശസ്ത്രവർഷേണ ഭൂരിണാം ന ഉപാദൃശ്യത ഛന്ന അഫാരേണ യഥാഗിരി. അഫാരം മഴ എന്നർത്ഥം. ഔത്താനപാതിഹി ഫഹ തദാ ഭൂരിണാ ശസ്ത്രവർഷേണ ഛന്നഃ ആഫാരേണ യഥാ ഗിരിഃ ന ഉപാദൃശ്യത. ഔത്താനപാതി ഫതദാ ശസ്ത്രവർഷേണ ഭൂരിണാം ന ഉപാദൃശ്യത ഛന്ന ആഫാരേണ യഥാ ഗിരി. ഔത്താനപാതി ഫതദാ ശസ്ത്രവർഷേണ ഭൂരിണാം ന ഉപാദൃശ്യത ഛന്ന ആഫാരേണ യഥാ ഗിരി. ആഹാകാരസ്തദൈവാഫിത്ഥാനം ദിവി പശ്യതാം ഹതോയം മാനവഭൂജോ നഗ്നപുണ്യജനാത്മവേ. ഹാഹാകാര, ഹാഹാ എന്ന ശബ്ദം തദൈവ ആഫീത് അപ്പോൾ ഉണ്ടായി. ഹാഹാകാര തദൈവ ആഫീത് ഫിത്ഥാനം ദിവി പശ്യതാം. ആകാശത്തിൽ കാണപ്പെടുന്ന സിദ്ധന്മാർ അവിടെ നിന്ന് ഹാഹാ എന്ന് ശബ്ദമുണ്ടാക്കി. ഹതോയം മാനവ, ഈ മനുവിന്റെ പുത്രൻ മരിച്ചിരിക്കുന്നു. ആര്? ധ്രുവൻ. അയം മാനവ, മാനവൻ മനുവിന്റെ പുത്രൻ. സൂര്യോ നഗ്ന പുണ്യജനാത്മവേ, ധ്രുവൻ എന്ന സൂര്യൻ പുണ്യജനങ്ങളാകുന്ന സൈന്യങ്ങളാകുന്ന സമുദ്രത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. നഗ്ന ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതാണ്. മനുവിന്റെ പുത്രനായ ആ സൂര്യൻ ധ്രുവൻ
യക്ഷന്മാരാകുന്ന സമുദ്രത്തിലേക്ക് മുങ്ങി നശിച്ചു പോയല്ലോ കഷ്ടം എന്നിങ്ങനെ സ്വർഗവാസികൾ യുദ്ധം നോക്കി നിന്ന സിദ്ധന്മാർ ഉറക്ക നിലവിളിച്ചു. ആഹാകാരസ്തദേവാസിദ്ധാനം ദിവിപശ്യതാം ഹതോയം മാനവസൂര്യോ മക്തം പുണ്യജനാത്മവേ. ആഹാകാരസ്തദേവാസിദ്ധാനം ദിവിപശ്യതാം ഹതോയം മാനവസൂര്യോ മക്തം പുണ്യജനാത്മവേ. ദിവി പശ്യതാം സിദ്ധാനാം ഹാഹാകാരഃ തദാ എവ ആസീത് മാനവഃ സൂര്യഃ പുണ്യജനാർണവേ മഗ്നഃ ഹതഃ. ആഹാകാരസ്തദേവാസീത് സിദ്ധാനം ദിവി പശ്യതാം ഹതോയം മാനവസൂര്യോ മക്തം പുണ്യജനാർണവേ. ആഹാകാരസ്തദേവാസീത് സിദ്ധാനം ദിവി പശ്യതാം ഹതോയം മാനവസൂര്യോ മക്തം പുണ്യജനാർണവേ. നന്ദൽഫ്രിയാതുധാനേഷു ജയകാശീഷ്വധോ മുഖേ ഉദതിഷ്ഠരഥസ്തസ്യ നിഹാരാദിവഭസ്കരാം. നദത്സു യാതുധാനേഷു യക്ഷന്മാർ, യാതുധാന്മാർ യക്ഷന്മാർ, അവരെ നദത്സു ശബ്ദമുണ്ടാക്കുമ്പോൾ ജയകാശിഷു അഥോ മുഖേ, ജയത്തിൽ കാശിയിൽ ശോഭിക്കാൻ തിളങ്ങാം, ജയത്തിൽ തിളങ്ങുന്നവരായ അവരെ അഥോ മുഖേ അനന്തരം വേഗത്തിൽ യുദ്ധത്തിൽ വെച്ച് ഉദതിഷ്ഠത് എഴുന്നേറ്റ് വന്നു. രഥസ്യ രഥത്തിന് നീഹാരാത് ഭാസ്കരേവ മഞ്ഞിൽ നിന്നും സൂര്യനെ കാണപ്പെടുന്നത്. മഞ്ഞുപാളികൾക്കൊന്നും മറിഞ്ഞാൽ സൂര്യനെ കാണപ്പെട്ടില്ല, അഹോ കഷ്ടം എന്നൊക്കെ പറയും. ഇത് കഴിയുമ്പോൾ മഞ്ഞു മറന്നോ അതേപോലെ പ്രകാശിച്ചു. ഇങ്ങനെ യക്ഷന്മാരെ യുദ്ധം ചെയ്ത് മുഴുവൻ വീർപ്പുമുട്ടിച്ചു. മഞ്ഞുകൊണ്ട് ആകാശം മറഞ്ഞിരിക്കുമ്പോൾ മഞ്ഞുപാളികൾ മാറ്റി സൂര്യൻ പുറത്തേക്ക് വരുന്നത് പോലെ ധ്രുവന്റെ തേര് ആയിരക്കണക്കിന് അമ്പുകളിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്ത് പ്രകാശിച്ച് ശോഭിതമായിട്ട് വന്നു. നദത്സു യാതുധാനേഷു ജയകാശിഷ്വഥോ മൃതേ ഉദതിഷ്ഠരഥസ്തസ്യ നിഹാരാദിവഭസ്കരാം. യാതുധാനേഷു നദത്സു മൃതേ തസ്യ രഥഃ നീഹാരാത് ഭാസ്കരൈവ ഉദതിഷ്ഠത്. നദത്സു യാതുധാനേഷു ജയകാശിഷ്വഥോ മൃതേ ഉദതിഷ്ഠരഥസ്തസ്യ നിഹാരാദിവഭസ്കരാം. നദത്സു യാതുധാനേഷു ജയകാശിഷ്വഥോ മൃതേ ഉദതിഷ്ഠരഥസ്തസ്യ നിഹാരാദിവഭസ്കരാം. ധനുർവിസ്ഫൂർജയൻ ദിവ്യം ദ്വിഷദാം ഖേദമുദ്വഹൻ അസ്ത്രൗഘം വ്യഥമത് പാണിർ ഖനാനീകമിവാനിലാം. ധനുഹു വിസ്ഫൂർജയൻ വില്ലിനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, വിസ്ഫൂർജയൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, ധ്വനി ഉണ്ടാക്കിക്കൊണ്ട് ദിവ്യം ധനുവും ദിവ്യമായ തന്റെ ധനുസ് ഓങ്കാരം കൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കിയിട്ട് ദുഷതാം ഖേദം ശത്രുക്കൾക്ക് ഖേദം ഉണ്ടാക്കി. ദുഷതാം ശത്രുക്കൾക്ക് ഖേദം, ഖേദത്തെ ഉദ്വഹൻ വഹിപ്പിച്ചു ഉണ്ടാക്കി. അസ്ത്രൗഘം വ്യഥമത്, അസ്ത്രൗഘത്തെ അമ്പിൻ കൂട്ടത്തെ ദൂരീകരിച്ചു. വ്യഥമത് മാറ്റുന്നു. പാണൈഹി അമ്പുകളെ കൊണ്ട് ഖനാനീകമിവ അനില മേഘസമൂഹത്തെ വായു എന്ന പോലെ
ബാണൈഃ ഖനാനീകമിവ അനിലൈഃ. ഭഗവാന്റെ അനുഗ്രഹമുള്ള വില്ലാണ് ധ്രുവന്റെ കയ്യിലിരിക്കുന്നത്. അതിന്റെ ഞാൻ വലിച്ച് മുറുക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ശത്രുക്കൾക്ക് ദുഃഖമുണ്ടാകും. ആകാശം മൂടിയിരിക്കുന്ന മേഘാവലിയെ കാറ്റ് വീശി പറപ്പിക്കുന്നത് പോലെ തന്റെ ബാണങ്ങൾ കൊണ്ട് യക്ഷന്മാർ ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം ദൂരെ പറപ്പിച്ചു കളഞ്ഞു ധ്രുവൻ. ധനുർവിസ്ഫുരേൻ ദിവ്യം ദുഷതാം ഖേദമുദ്വഹൻ അസ്ത്രൗഘം യഥമത് ബാണൈർ ഖനാനീകമിവാനിലാം. ദിവ്യം ധനുഃ വിസ്ഫുരേൻ ദുഷതാം ഖേദം ഉദ്വഹൻ ഖനാനീകം അനിലഃ ഇവ അസ്ത്രൗഘം ബാണൈഃ യഥമത്. ധനുർവിസ്ഫുരേൻ ദിവ്യം ദുഷതാം ഖേദമുദ്വഹൻ അസ്ത്രൗഘം യഥമത് ബാണൈഃ ഖനാനീകമിവാനിലാം. ധനുർവിസ്ഫുരേൻ ദിവ്യം ദുഷതാം ഖേദമുദ്വഹൻ അസ്ത്രൗഘം യഥമത് ബാണൈർ ഖനാനീകമിവാനിലാം. തഫ്യതേ ചാപനിർമുക്ത ഭിത്വാ വർമാണി രക്ഷസാം കായാനാവിഷു തിക്മാഃ ഗിരീശ. ഗിരീനശനയോ യഥാ. തഫ്യ അവന്റെ ചാപനിർമുക്താഃ വില്ലിൽ നിന്നും പുറത്തേക്ക് കടന്ന് തേ ആ അമ്പുകൾ രക്ഷസാം വർമാണി ഭിത്വ രക്ഷസുകളുടെ കവചങ്ങളെ മുറിച്ചിട്ട്. ഇവിടെ രക്ഷസ് ഉദ്ദേശിക്കുന്ന പുണ്യജനങ്ങൾ, യക്ഷന്മാർ അവർക്ക് കൊടുത്തിരുന്ന ഒരു പേരാണ്. രാക്ഷസന്മാരല്ല, രക്ഷസുകൾ. രക്ഷസുകളുടെ വർമ്മങ്ങളെ, കവചങ്ങളെ ഭിത്വ മുറിച്ചിട്ട് അശനയ അശനികൾ എന്ന പോലെ അശനി വജ്രായുധത്തിന്റെ പാദം അത് പതിക്കുന്നതിന്റെ പേരാണ് അശനി എന്ന്. ആ വജ്രായുധങ്ങൾ അശനികൾ ഗിരീനിവ പർവ്വതങ്ങളെ എന്ന പോലെ കായാൻ ശരീരങ്ങളെ ആവിവിഷുഹു ആവേശിച്ചു. തഫ്യതേ ചാപനിർമുക്താഃ അവന്റെ ചാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അമ്പുകൾ രാക്ഷസന്മാരുടെ വർമ്മങ്ങൾ പടച്ചട്ടകൾ പിളർന്നിട്ട് കായാൻ ആവിവിഷു ശരീരത്തിലേക്ക് പ്രവേശിച്ചു. തിക്മാഹ തീഷ്ണതയുള്ള അമ്പുകൾ ഗിരി അശനേഹ യഥാ അശനികൾ ഗിരികളെ എന്ന പോലെ പർവ്വതങ്ങളെ തല്ലി പിളർക്കാൻ കഴിയുന്നതാണ് വജ്രായുധം. വജ്രായുധം പർവ്വതത്തെ എന്ന പോലെ പ്രയോഗിച്ചു. തഫ്യതേ ചാപനിർമുക്താ ഭിത്വാ വർമാണി രക്ഷസാം കായാനാവിവിഷുസ്തിക്മാം ഗിരീൻ അശനയോ യഥാ. തഫ്യ ചാപനിർമുക്താഃ തിക്മാഃ തേ രക്ഷസാം വർമാണി ഭിത്വാ അശനേഹ ഗിരീൻ ഇവ കായാൻ ആവിവിഷു. തഫ്യതേ ചാപനിർമുക്താ ഭിത്വാ വർമാണി രക്ഷസാം കായാനാവിവിഷുസ്തിക്മാം ഗിരീൻ അശനയോ യഥാ. തഫ്യതേ ചാപനിർമുക്താ ഭിത്വാ വർമാണി രക്ഷസാം കായാനാവിവിഷുസ്തിക്മാം ഗിരീൻ അശനയോ യഥാ. ഫലൈ സംഛിദ്യമാനാനാം ശിരോഭിശ്ചാരുകുണ്ഡലൈ ഊരുഭിർ ഹേമതാരാഭിർ ദോർഭിർ വലയവൽഗുഭിः
ഹാരകേയൂരമുകുടൈഃ ഉഷ്ണീഷൈശ്ച മഹാധനൈഃ ആസ്തദാസ്താരണഭുവോ തേജുർവീരമനോഹരാഃ. ഭല്ലൈഹി ഭല്ലങ്ങൾ അമ്പുകളാൽ സംഛിദ്യമാനാനാം ഛേദിക്കപ്പെടുന്നവരുടെ ശിരോഭിഹി ശിരസുകളാൽ ചാരുകുണ്ടലൈഹി മനോഹരങ്ങളായ കുണ്ടലങ്ങളാൽ ഊരുഭിഹി തുടകളാൽ ഹേമതാലാഭിഹി ദോർഭിഹി ഹേമതാലങ്ങൾ അണിഞ്ഞിരിക്കുന്ന കൈകളാലും വലയവൽകുഭിഹി മനോഹരമായ വളകൾ ധരിച്ചിരിക്കുന്നതായ കൈകളാൽ ഹാരകേയൂരമുകുടൈഹി മാല, കേയൂരം തോൾവള, മുകുടം കിരീടം, ഉഷ്ണീഷൈശ്ച തലപ്പാവുകൾ, ഇവകളാൽ മഹാധനൈ ധാരാളം ധനങ്ങളാൽ ആസ്തദാഹത്താരണഭുവോ ആ രണഭൂമിയിൽ ആസ്തതമായി വിരിക്കപ്പെട്ടു. രേജുഹു വീരമനോഹരാ വീരമനോഹരന്മാരായിട്ട് രേജുഹു ശോഭിച്ചു. ആ യുദ്ധ വിശാരദയെ കുറിച്ച് പറയുകയാണ്. ഭല്ലം എന്ന പേരുള്ള അമ്പ് ആയുധം കൊണ്ട് മുറിക്കപ്പെട്ട യക്ഷന്മാരുടെ ശിരഫുകൾ മുറിക്കപ്പെട്ടു. ആ ശിരഫിലാകട്ടെ മനോഹരങ്ങളായ കുണ്ടലങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ആ ശിരഫ്. സ്വർണപ്പനകൾ പോലെ ദർശനീയമായ തുടകൾ, വളകൾ ധരിച്ചു വിളങ്ങുന്ന കൈകാലുകൾ, ഏറ്റവും വിലപിടിച്ച മുത്തുമാലകൾ, തോൾവളകൾ, കിരീടങ്ങൾ, തലക്കെട്ടുകൾ, ഇവയാൽ മൂടപ്പെട്ടിരിക്കുന്ന യുദ്ധസ്ഥലങ്ങൾ വീരന്മാരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കും. ഒരു യുദ്ധഭൂമിയുടെ വർണ്ണനയാണ് ഇവിടെ. ഭല്ലൈ സംഛിദ്യമാനാനാം ശിരോഭിശ്ചാരുകുണ്ടലൈ ഊരുഭിർ ഹേമലതാഭിർ വലയവൽകുഭി ഹാരകേയൂര മുകുടൈ ഉഷ്ണീഷൈശ്ച മഹാധനൈ ആസ്തദാസ്താരണഭോ തേജുർ വീരമനോഹരാഃ. ഫലൈഃ സംഛിദ്യമാനാനാം ചാരുകുണ്ടലൈഃ ശിരോഭിഃ ഹേമതാലാഭിഃ ഊരുഭിഃ വലയവൽകുഭിഃ ദോർഭിഃ മാധനൈഃ ഹാരകേയൂരമുകുടൈഃ ഉഷ്ണീഷൈഃ ആസ്തദാഃ താഃ രണഭുവഃ വീരമനോഹരാഃ. രേജുഃ ഭല്ലൈഃ സംഛിദ്യമാനാനാം ശിരോഭിശ്ചാരുകുണ്ടലൈഃ ഊരുഭിർ ഹേമതാലാഭിർ ദോർഭിർ വലയവൽകുഭിഃ ഹാരകേയൂരമുകുടൈഃ ഉഷ്ണീഷൈശ്ച മഹാധനൈ ആസ്തദാസ്താരണഭുവോ തേജുർവീരമനോഹരാഃ. ഭല്ലൈഃ സംഛിദ്യമാനാനാം ശിരോഭിശ്ചാരുകുണ്ടലൈഃ ഊരുഭിർ ഹേമതാലാഭിർ ദോർഭിർ വലയങ്കുലിഭിഃ ഹാരകേയൂരമുകുടൈഃ ഉഷ്ണീഷൈശ്ച മഹാധനൈ ആസ്തദാസ്താരണഭുവോ തേജുർവീരമനോഹരാഃ. അങ്ങനെ യുദ്ധഭൂമിയുടെ അതിമനോഹരമായ ഒരു വർണ്ണനയാണ് ഇതുവരെ നമുക്ക് ബാക്കി കഥകൾ സംസാരിച്ച നമ്മുടെ സമയം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് ഉപസംഹരിച്ചതിന് ശേഷം സംശയമുള്ളവർക്ക് ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.